ഹലോ ഫ്രണ്ട്സ്, ടക്കൻ വ്ലോഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ തായ്ലൻഡ് ജേണിയുടെ 3-4 ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. പ്രധാനമായും ടൈഗർ പാർക്ക്, സഫാരി വേൾഡ് തുടങ്ങിയ സ്ഥലങ്ങളാണ് പരിചയപ്പെടുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പട്ടായയിലുള്ള അയ്യാര ഹോട്ടലിൽ നിന്ന് തിരിച്ച് ബാങ്കോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശാലമായ റോഡിൻ്റെ ഇരുവശത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രാവലർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UTS ഹോളിഡേയ്സ് എന്ന കണ്ണൂരിലെ ടൂർ കമ്പനിയാണ് നമ്മുടെ യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല യാത്രയായിരുന്നു കേട്ടോ. ഇപ്പോൾ വണ്ടി എത്തിയിരിക്കുന്നത് ടൈഗർ പാർക്കിലേക്കാണ്. ഇനി നമുക്ക് ടൈഗർ പാർക്കിലെ കാഴ്ചകൾ കാണാം. ധാരാളം കടുവകളെ ഓപ്പൺ സ്പേസിൽ തുറന്നുവിട്ടിരിക്കുകയാണ്. നമ്മൾ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടിയാണ് നോക്കേണ്ടത്. അപ്പം കടുവകളെ അടുത്ത് കാണുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാതൊരു പേടിയും കൂടാതെ അടുത്തുകൂടി നമുക്ക് അതിനെ കാണാൻ സാധിക്കുകയാണ്. കണ്ട, ഒരു ഗ്ലാസിൻ്റെ ഗ്യാപ്പ് മാത്രമാണ് ഇവിടെയുള്ളത്. അപ്പം കടുവകളെ അടുത്ത് നിന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഇവിടെ കേട്ടോ. പക്ഷേങ്കിൽ കാശ് കൊടുക്കണം. 1200 ബാത്ത് കൊടുത്താൽ നമുക്ക് കടുവകളുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കും. എന്തായാലും കടുവകളൊക്കെ നേരിട്ട് കണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരാൻ പോവുകയാണ്. നേരെ പോയത് ഉച്ചഭക്ഷണത്തിനാണ്. അങ്ങനെ യാത്ര അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. വിശാലമായ റോഡിൽ കൂടിയുള്ള യാത്രയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ധാരാളം വാഹനങ്ങൾ റോഡിൻ്റെ ഇരുവശത്തു കൂടി അങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ട്രാവലർ അങ്ങനെ ഒരു വിശാലമായൊരു ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതും ഒരു ടൈഗർ പാർക്കുമായി ബന്ധപ്പെട്ട ഒരു ഹോട്ടൽ തന്നെയാണ്. അപ്പം നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ഹോട്ടല് ഇപ്പം വളരെ വിശാലമായ ഒരു ഹോട്ടലാണ്. കണ്ട, ടേബിളൊക്കെ വളരെ വിശാലമായി ഒരുക്കിയിരിക്കുകയാണ്. മേശയും കസേരയൊക്കെ, തീൻമേശ കസേരയൊക്കെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഭക്ഷണ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ധാരാളം വിഭവങ്ങളുണ്ട്. നമുക്കത് എടുത്ത് കഴിക്കേണ്ടതാണ്. വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. വെജും നോൺ വെജും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകി പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെയും ധാരാളം കടുവകൾ നടന്നു നീങ്ങുന്നത് കണ്ടത്. ഒരു കണ്ണാടി ചില്ലിൻ്റെ അകലം മാത്രമാണ് ഈ കടുവയും നമ്മളും തമ്മിലുള്ളത്. അപ്പം കടുവകൾ അങ്ങനെ ആ ഹോട്ടലിൻ്റെ ചുറ്റിലുമുള്ള സ്ഥലങ്ങളിലാണ് കടുവയുടെ അങ്ങനെ താമസിക്കുന്നത്. അപ്പം അങ്ങനെ കടുവയുടെ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ അങ്ങനെ കടുവകളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഹോട്ടലിൻ്റെ ചുറ്റുമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും ബാങ്കോക്കിലേക്ക് തന്നെ പുറപ്പെട്ടു. യാത്ര തുടരുകയാണ്. നല്ല തിരക്കുള്ള റോഡാണ്. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലുള്ള ഇന്ന് താമസിക്കാൻ പോകുന്ന പ്രിൻസ്റ്റൺ എന്ന വിശാലമായ ഹോട്ടലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് തന്നെ അതിമനോഹരമാണ്, വളരെ വിശാലമാണ്. കണ്ട, അതിൻ്റെ ഹോട്ടലിൻ്റെ മുൻഭാഗമാണിത്. അപ്പം നമ്മൾ സന്ധ്യക്ക് പുറത്തിറങ്ങിയപ്പോൾ 2 വലിയ ഓട്ടോ ടാക്സി കണ്ടു. ടുക്ക് ടുക്ക് എന്നാണ് അതിൻ്റെ പേര്. നല്ല ഡെക്കറേഷൻ ചെയ്ത് കാണാൻ നല്ല ചേലാണ് ടുക്ക് ടുക്കിന്. അപ്പോൾ അടുത്ത് തന്നെ റോഡരികിൽ ഒരു റോസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വണ്ടിക്കട കണ്ടു. പൊടുന്നനവെയാണ് മുമ്പിൽ ഒരു കൂട്ടം കുട്ടിപ്പട്ടാളം പ്രത്യക്ഷപ്പെട്ട് കയ്യിൽ
പ്ലാസ്റ്റിക് തോക്ക്, പിന്നെ അവരുടെ പരാക്രമം കണ്ട, അവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ. അപ്പം നമ്മൾ പറയുന്ന ഉന്തുവണ്ടി അവിടെയുണ്ട്. അപ്പം അന്നത്തെ ദിവസം അവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാലത്തെ നമ്മൾ ആ ഹോട്ടലിൽ വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. 4-ാം ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ്. നേരെ ചെന്നെത്തിയത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്, അതായത് സഫാരി വേൾഡിലേക്കാണ്. സഫാരി വേൾഡ് വളരെ പേരുകെട്ട സ്ഥലമാണ് സഫാരി വേൾഡ്. അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അതിൻ്റെ എൻട്രൻസിൽ കടന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഗൈഡ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. അപ്പം സഫാരി പാർക്കിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പം ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ പ്രകൃതി മനോഹരമായ സ്ഥലം. പക്ഷിക്കൂട്ടമാണ് നമ്മളെ ആദ്യം എതിരേറ്റത്. പക്ഷികൾ, മനോഹരമായ സ്ഥലം. അന്തരീക്ഷം തണുപ്പിക്കുന്നതിനായി മുകളിൽ വെള്ളത്തിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്ത് അതിൽ കൂടി വെള്ളം ചീറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുകമറ കണ്ടത്. അപ്പം ധാരാളം മൃഗങ്ങൾ, പക്ഷികളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനിടയിലാണ് പുലിക്കുട്ടികളെ കൂട്ടിൽ കൊണ്ടുവന്ന് പുറത്തിറക്കുന്നത് കാണാൻ കഴിഞ്ഞത്. കണ്ട, കുറേ പുലിക്കുട്ടികളെ ഒരു കൂട്ടിൽ കൊണ്ടുവന്ന് ഒരു സ്ത്രീ അതിനൊക്കെ പുറത്തെടുത്തിട്ട് എവിടെയോ കൊണ്ടുപോവുകയാണ്. അത്ര മനോഹരമായ കാഴ്ച അല്ലേ? നല്ലൊരു കാഴ്ചയായിരുന്നു, വിചാരിക്കാതെ കണ്ടതാണ്. വീണ്ടും നമ്മുടെ ടീം കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നു നീങ്ങുകയാണ്. വളരെ മനോഹരമായ സ്ഥലം. പക്ഷികൾ വെള്ളത്തിൽ അങ്ങനെ നീന്തി കളിക്കുകയാണ്. ചെറിയ ചെറിയ മൃഗങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒറാങ് ഉഡാൻ ഷോ നടക്കുന്ന വേദിയിലേക്കാണ്. ഒറാങ് ഉഡാൻ ഷോ നടക്കുന്ന വേദിയിലേക്കാണ്. ഷോ കാണാൻ ധാരാളം പേര് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒറാങ് ഉഡാൻ എന്ന മനുഷ്യക്കുരങ്ങുകളുടെ പ്രകടനമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മനുഷ്യക്കുരങ്ങന്മാർ അവരുടെ പ്രകടനം അതിഗംഭീരമായി നടത്തുകയാണ്. ഒറാങ് ഉഡാൻ ഷോ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെയുള്ള കുരങ്ങുകളുടെ പ്രകടനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം കുരങ്ങുകളുണ്ടായിരുന്നു. അവരുടേതായ രീതിയിലുള്ള അതിനെ നിയന്ത്രിക്കാനായി മാസ്റ്റർമാരുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യക്കുരങ്ങന്മാരുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു. പിന്നെ നമ്മൾ പോയത് എലിഫന്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ്.
എലിഫന്റ് ഷോ നടക്കുന്ന സ്ഥലത്താണുള്ളത്. കാണികളൊക്കെ അങ്ങനെ കൂടി നിൽക്കുകയാണ്, എല്ലാവരും ഗാലറിയിൽ ഇരുന്നിരിക്കുകയാണ്. അങ്ങനെ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. എലിഫന്റ് ഷോ. ആനകളുടെ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. ആനകളുടെ പലതരത്തിലുള്ള കളികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ആനകളുടെ പ്രകടനവും അതിഗംഭീരം തന്നെയാണ് കേട്ടോ. ആനകളാണുള്ളത്, അതിൻ്റെ കളികൾ അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചു, അതിൻ്റെ പ്രകടനങ്ങൾ. ഇതുപോലുള്ള പലതരം പ്രകടനങ്ങൾ ഒക്കെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. തുമ്പിക്കൈ കൊണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ് ചെയ്യാൻ, ചിത്രം വരയ്ക്കുക കാഴ്ചയാണ് കാണുന്നത്, മനോഹരമായിട്ട്. മനോഹരമായ ഒരു ചിത്രമാണ് ആന വരച്ചിട്ടുള്ളത്. ആന പന്ത് കളിക്കുകയാണ്. ആനയുടെ പ്രകടനം കണ്ടല്ലോ, അതിഗംഭീരമായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് ഒരു കടൽ ജീവിയാണ്. അതിൻ്റെ ആ ഒരു പ്രത്യേകത, അതിൻ്റെ രൂപം, അതിൻ്റെ കളി കാണാൻ നല്ല രസമായിരുന്നു. ഒരു ലേഡി അതിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അതിൻ്റെ കളികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ പോയത് സ്പൈ വാർ ഷോ തിയേറ്ററിലേക്കാണ്. അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. സ്പൈ വാർ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. കലാകാരന്മാരുടെ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള അഭ്യാസങ്ങളും അതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ധാരാളം വർണ്ണ മത്സ്യങ്ങളെ കാണാൻ സാധിച്ചു. വെള്ളത്തിൽ വർണ്ണ മത്സ്യങ്ങളാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഭക്ഷണശാലയിലേക്കാണ്. ആവശ്യത്തിന് ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കണം. അതിനുശേഷം നേരെ പോയത് മനോഹരമായ ഡോൾഫിൻ ഷോ കാണാനാണ്. അപ്പം ഡോൾഫിൻ ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഡോൾഫിൻ്റെ പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടോളൂ. ഡോൾഫിൻ്റെ പല അഭ്യാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോൾഫിൻ്റെ നൃത്തം ചെയ്യുകയാണ്. ഡോൾഫിൻ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മുടെ ട്രാവലർ നേരെ ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങി. അങ്ങനെ 4-ാം ദിവസത്തെ യാത്രയും ഇവിടെ
അവസാനിച്ചു. ലാസ്റ്റ് ദിവസത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി.